കണ്ണൂർ കരിക്കോട്ടക്കരയിൽ മയക്കുവെടിയേറ്റ കുട്ടിയാന തീർത്തും അവശനിലയിൽ. അനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയ കുട്ടിയാന മയങ്ങി വീണു. താടിയലിന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയാനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകി. ഇന്ന് പുലർച്ചെ മുതൽ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കുട്ടിയാനയെ വയനാട്ടിൽ നിന്നുള്ള RRT മയക്കുവെടി വെച്ചത്. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, നമ്മൾ ഇന്ന് കണ്ടു ആന എത്രമാത്രം അവശതയോടെയാണ് അവിടെ നിന്നത് എന്നുള്ളത്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് ഇപ്പോൾ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. തുടർ ചികിത്സകൾ ഏത് രീതിയിലാകും? ആനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ RRTയുടെ വളയഞ്ചാലിലുള്ള ഈ വെറ്റിനറി ഹോസ്പിറ്റൽ അടക്കം സൗകര്യമുള്ള കേന്ദ്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഏകദേശം 12 മണിക്കൂറോളം നീണ്ട ഒരു ദൗത്യത്തിനൊടുവിലാണ് ആനയെ മയക്കുവെടി വെച്ച് അനിമൽ ആംബുലൻസിൽ കയറ്റി ഇത്തരത്തിൽ ചികിത്സയ്ക്കായി എത്തിക്കാൻ സാധിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് കരിക്കോട്ടക്കരിയിൽ ഇത്തരത്തിൽ ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായത്. ഈ ആന അവിടെ ജനവാസ മേഖലയിൽ ഉണ്ടെന്നറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ ആന പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സമീപത്തെ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് മാറിയ ആന പിന്നീട് മുഴുവൻ സമയവും അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായ സാഹചര്യമായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത്. ഈ താടിയെല്ല് പൊട്ടിയ നിലയിലാണ് ആന ഉണ്ടായിരുന്നത്. ഇതെങ്ങനെ പൊട്ടി എന്ന കാര്യത്തിൽ വനംവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. 2 സാധ്യതകളാണ് വനംവകുപ്പ് കാണുന്നത്. ഒന്ന്, മറ്റ് ആനകളുമായുള്ള സംഘർഷത്തിൽ അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ പന്നിപ്പടക്കമോ മറ്റോ വെച്ച ഏതെങ്കിലും പഴവർഗ്ഗങ്ങളോ മറ്റോ കടിച്ച സമയത്ത് അത് പൊട്ടിയുണ്ടായ അപകടം എന്ന ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ ഈ പന്നിപ്പടക്കം പൊട്ടിയുള്ള അപകടം എന്ന സാധ്യതയാണ് കൂടുതൽ അതിനാണ് കൂടുതൽ സാധ്യത ഉള്ളത് എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും ആനയെ ഇപ്പോൾ ചികിത്സയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ വലിയ ഒരു ദൗത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനെ. കാരണം ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനാൽ മയക്കുവെടി വെക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നൊരു തീരുമാനം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയെ ആദ്യഘട്ടത്തിൽ നിരീക്ഷിച്ചതിന് ശേഷം കൃത്യമായ ഡോസ് തീരുമാനിച്ചു. 1ാം ഘട്ടത്തിൽ മയക്കുവെടി വെച്ചു. ഏകദേശം 10-15 മിനിറ്റോളം സമയം ആന മയങ്ങാൻ എടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം മയങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതോടുകൂടി 4 കാലുകളിലും കയറിട്ട് ബന്ധിച്ചതിന് ശേഷമാണ് ഈ പ്രാഥമിക ചികിത്സ നൽകിയത്. മുറിവിൽ മരുന്ന് വയ്ക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. മുറിവിൽ മരുന്ന് വെച്ചതിന് ശേഷം മറ്റ് മരുന്നുകൾ ഉൾപ്പെടെ, ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെ നൽകി. അതിനും ശേഷമാണ് ഈ വാഹനത്തിലേക്ക്, ആനിമൽ ആംബുലൻസിലേക്ക്, പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് കയറ്റിയത്. ഇങ്ങനെ ഈ വാഹനത്തിലേക്ക് കയറ്റിയ ഉടൻ ആന വീഴുകയായിരുന്നു. ഈ വാഹനത്തിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. നിഖിൽ, കണ്ണൂർ കരിക്കോട്ടക്കരയിൽ മയക്കുവെടിയേറ്റ കുട്ടിയാന തീർത്തും അവശ നിലയിലാണ്. അനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയ കുട്ടിയാന മയങ്ങി വീഴുകയായിരുന്നു. താടിയലിന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയാനയ്ക്ക് ഇപ്പോൾ പ്രാഥമിക ചികിത്സയെല്ലാം നൽകി അതിനെ കൂടുതൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്.